അമ്മേ ആ എന്താടാ ഇതെന്താ സമയം കുറേ അല്ലെങ്കിൽ കിടക്കുന്നില്ല? അതില്ലേ നാളെ നേരത്തെ ചെല്ലുവാൻ പറഞ്ഞിട്ട് മേത്തിരി 7 മണിക്കാ പണി. അന്നേരം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കുറെ അങ്ങ് തീർത്തിട്ട് കിടക്കാന്ന്. എന്നാ പിന്നെ ഉറക്കം വരൂല കിടന്നാലേ എനിക്ക് ഇതൊന്നും തീർത്തിട്ടില്ലെങ്കിൽ. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ എന്ത് കാര്യം എനിക്ക് നേടുവാനല്ലേ? എന്തായാലും നീ കാര്യം പറ, എന്തെന്നാന്ന് അറിയട്ടെ. അമ്മേ ഞാൻ നാളെ മുതൽ എന്തെങ്കിലും ഒരു പണിക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. എന്താ മോനെ ഇനി എന്നോട് അങ്ങനെ പറഞ്ഞേ? അതിനെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മയം വെയിലും കൊണ്ട് പഠിപ്പിച്ചെടുത്തേ. എനിക്കെന്തെങ്കിലും പൈസക്ക് വിഷമണ്ട ഒക്കെ ഞാൻ എന്നോട് പറഞ്ഞോനെ. എനിക്കെന്തെന്നാ വേണ്ട വെച്ചാൽ ഞാൻ തരാം. അതല്ല അമ്മേ, പൈസക്ക് വിഷമമുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്താ എനിക്ക് പ്രശ്നം? എന്തെന്നാ എനിക്ക് പ്രശ്നം? എനിക്ക് പണിക്കോണെന്നാ? പണിക്കിഞ്ഞു പോണ്ടേ? പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 4 വയസ്സാ. അന്നേ ഞാൻ കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് എന്നെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥനായി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഇങ്ങനെ പണിക്കോണെന്ന് പറയുന്നത്? പണിക്കിഞ്ഞു പോണ്ടേ? പണിക്കിഞ്ഞു പോയേ വേണ്ട. എല്ലമ്മേ, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിട്ടില്ലേ, വീടിനെങ്കിലും വിളിക്കൂ. അതുവരെ ഞാനിവിടെ വെറുതെ നിൽക്കുന്നില്ലേ. അമ്മയാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. രാവിലെ മുതലുള്ള വെയിലും മഴയും വന്നിട്ട് വീട്ടിലെ പണി എടുക്കുകയും ചെയ്യുന്നു. എനിക്കാണ് അമ്മേനെ സഹായിക്കാൻ ഒന്നും പറ്റുന്നില്ല. അതെല്ലാം ഓർമ്മിച്ച് എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ. അതുകൊണ്ടാണ് നീ ഇന്റർവ്യൂവിന് കൊടുത്തിട്ടില്ല. ആടെ നടന്നെങ്കിൽ വിളിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ജോലിക്ക് പോയാൽ മതി. അല്ലാണ്ട് ഇനിയിപ്പം ജോലിക്കൊന്നും പോവാന്ന്. അമ്മേ ഞാനിവിടെ വെറുതെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ലല്ലോ. ആ സമയം കൊണ്ട് എനിക്ക് അമ്മേനെ എന്തെങ്കിലും ഒരു സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്, അത് വലിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി തന്നെയാ ഇനി പറഞ്ഞേ. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വവും മാന്യതയെല്ലാം ഉണ്ട്. പക്ഷെ എനക്കതല്ല ആഗ്രഹം. എനിക്ക് ഇനി ഒരു ഉദ്യോഗസ്ഥനായിട്ട് കാണുവാനാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഇനി പണിക്കൊന്നും പോകണ്ട. ഞാൻ വളർന്ന് ഇത്ര വലുതായില്ലേ, എന്നിട്ടും എനിക്ക് അമ്മേനെ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലെന്തോ ഒരു വിഷമം. അതുകൊണ്ടാണ്. അത് ശരി, അതാ അതിൻ്റെ പ്രശ്നം. അത് വിചാരിഞ്ഞ് വിഷമിക്കൊന്നും വേണ്ടേ. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് എനിക്ക് ഞാൻ ചോറെടുത്ത് തരാലോ. ഇനി ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിച്ചാൽ എൻ്റെ പണിയൊന്നും തീരൂല. എനിക്ക് ഈ പണിയെല്ലാം കഴിച്ച് വെച്ചിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ. എനിക്ക് നാളെ പുലർച്ചെ പണിക്കൊണ്ട്.